ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ഫിഷ് മോളി തയ്യാറാക്കുന്നത് നോക്കാം. അധികം സ്പൈസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പത്തിൻ്റെയും പത്തിരിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂണോളം കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മീനൊന്ന് ചേർത്ത് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ അയക്കൂറാണ് എടുത്തിട്ടുള്ളത്, നെയ്മീനാണ്. ഒരു 4 കഷ്ണങ്ങളെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ എത്രയാണോ മീൻ എടുക്കുന്നത്, മീൻ കഷ്ണങ്ങൾ എടുക്കുന്നത്, അതിനനുസരിച്ച് വേണം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാൻ. ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളിതാ ഒരു പാനിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാട് അങ്ങ് സമയം വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഓരോ ഭാഗവും ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാന്താരി മുളകാണ് ചേർത്തിട്ടുള്ളത്. സാധാ പച്ചമുളകായാലും കുഴപ്പമൊന്നുമില്ല, എരി നോക്കിയിട്ട് ചേർത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വാടി വരുന്നവരെ ചെറിയ തീയിലൊന്ന് വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി ഒന്നങ്ങ് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഉള്ളിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കുക. ഈ ഒരു സമയത്ത് 2-ാം പാലാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 1.5 കപ്പോളം 2-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. അതായത് രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് 1.5 കപ്പ് ഒഴിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബോയിൽ ആവുന്ന സമയത്ത് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ വെളിച്ചെണ്ണയിൽ ഗരം മസാല മുഴുവനായിട്ട് ചേർക്കാം. അതാവുമ്പോൾ ഓവർ സ്പൈസ് ആയിപ്പോൾ. ഇതാവുമ്പോൾ നമുക്ക് നല്ലൊരു മൈൽഡ് ഫ്ലേവറിൽ തന്നെ കറി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണ് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കറിയുടെ ക്വാണ്ടിറ്റി കൂട്ടാം. ഇതിന് കൂടെ തന്നെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള കുറച്ച് തക്കാളിയുടെ കഷ്ണങ്ങളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ആദ്യം നമ്മൾ കറി ഒന്ന് കുറുകിയതിന് ശേഷമാണ് മീൻ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതാ മീൻ ചേർത്തതിന് ശേഷം ജസ്റ്റ് 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ടിയുള്ളൊരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ, ഫ്രഷ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഇത് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫിഷ് മോളി എപ്പോഴും തയ്യാറാക്കി ഉടനെ തന്നെ കഴിക്കരുത്. കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് തീ ഒക്കെ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴേക്കും നല്ല കട്ടി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.